Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Salman deposit rupees 1200 every month in a recurring deposit account for 2.5 years. If the rate of interest is 6% per annum, then find the amount he will receive on maturity. എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് P തന്നിട്ടുണ്ട് അല്ലേ 1200. ദെൻ പിന്നെ എന്താ തന്നിട്ടുള്ളത് നോക്കിക്കേ N 2.5 years എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം മന്ത് എത്രയായിരിക്കും 2 year ആകുമ്പോൾ 24, ഹാഫ് ഇയർ ആകുമ്പോൾ 6. സോ ടോട്ടൽ എത്രയാണ് 30 months ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? മെച്യൂരിറ്റി വാല്യൂ ആണ് കാണേണ്ടത്. റേറ്റും നമുക്ക് തന്നിട്ടുണ്ട് 6%. ഈ സ്പെസിമെനിൽ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഏതാണെന്ന് നോക്കിക്കേ. ഇതിലേതാണ് ലാസ്റ്റ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? MV = PN × 1 + R × N + 1/2 × 12 × 100. അപ്പോൾ ഈ ഫോർമുലയിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കേ. MV = എന്ത് വരും? PN എന്ന് പറയുമ്പോൾ P എന്ന് പറഞ്ഞാൽ 1200 ഇൻറ്റു N എന്ന് പറയുന്നത് 30, ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 + R എന്ന് പറയുന്നത് 6 ആണ്, ഇൻറ്റു എന്ത് വരും? N + 1 എന്ന് പറയുമ്പോൾ 31 ഡിവൈഡഡ് ബൈ 2 × 12 × 100. ഇനി ക്യാൻസലേഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് 6ഉം 12ഉം ക്യാൻസൽ ചെയ്യാം 2 times. ഇനി ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് വരും? 1200 × 30 ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 + 31 ഡിവൈഡ് ബൈ 2 × 2 × 100 ആണ്. സോ എന്ത് വരും? 400. ഇനി ഇവിടെ നിങ്ങൾ LCM എടുക്കുക. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആദ്യമേ ചെയ്യുക. സോ എന്ത് വരും നോക്കിക്കേ. 1200 × 30 ബ്രാക്കറ്റിൽ ക്രോസ് ചെയ്യുമ്പോൾ 1 × 400 400 എന്ന് കിട്ടും. പ്ലസ് 31 ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 431 ഡിവൈഡഡ് ബൈ 400. ഇനി നിങ്ങൾക്ക് ഇവിടെ ക്യാൻസലേഷൻ ചെയ്യാം അല്ലേ? 400ഉം 1200ഉം എത്ര ടൈംസ് ആണ്? 3 times എന്ന് കിട്ടും. സോ എന്ത് വരും? 3 × 30 എന്ന് പറയുമ്പോൾ 90 × 431. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 38,790 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? ഇത് സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.